അപ്പൊ കാലത്തിനൊപ്പം മാറുകയാണ്. ആയിരിക്കണം. അതായിരിക്കണം. നല്ല സബ്ജക്റ്റ് ആണ് എന്നോട് പറഞ്ഞത്. അതെ നല്ല സബ്ജക്ട്. കഥ പിന്നെ ധ്യാന സമയത്ത് കഥ പോലും കേൾക്കണമെന്നില്ല. സാമി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വരുമ്പോ കഥ വായിക്കുന്നു, അഭിനയിക്കുന്നു അല്ലേ. എന്തായാലും വളരെ സന്തോഷത്തിലാണ്. പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ എത്ര ദിവസമായി ലൊക്കേഷൻ? ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 10-15 ദിവസം കഴിഞ്ഞു ഇവിടെ. ഈ ഒരു സിനിമയിൽ തന്നെ നിൽക്കുകയാണ്, വേറെ സിനിമയിലേക്കൊന്നും? വേറെ അല്ല, എന്നുവെച്ചാൽ ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ അങ്ങനെ ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് അങ്ങനെ പോകുന്നുണ്ടോ? അല്ലല്ല, നമ്മളിപ്പോ ഒറ്റ സ്ട്രക്ചർ നമ്മൾ തീർത്തു പോവാ. അതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങളുള്ളത്. ഡേറ്റ് കൊടുത്തിട്ട് പ്രശ്നമാകുന്നുണ്ട്. അങ്ങനെ ഡേറ്റ് കൊടുത്ത് ക്ലാഷ് ആകാറുണ്ടോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 വർഷത്തിലാണ്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ ഞാൻ കൃത്യമായി നമ്മൾ ഡേറ്റ് പറഞ്ഞ് നമ്മൾ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും സിനിമയിൽ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ഡിസിപ്ലിൻ വളരെ വളരെ അത്യാവശ്യമല്ലേ. എല്ലാവർക്കും ഇല്ലല്ലോ ആ ഡിസിപ്ലിൻ. എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധം. ഞാൻ എന്റെ കാര്യമല്ലേ പറഞ്ഞത്. എല്ലാവർക്കും സിനിമാ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ലേ? ഉണ്ട്. അതാണല്ലോ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ. ഒരു 2 പേർക്ക് വിലക്ക് എന്നല്ല ഇവർ പറയുന്നത്, ഇവരുമായിട്ട് സഹകരിക്കില്ല എന്ന് പറയാം. അത് ഷൈൻ നിഗമും അതോടൊപ്പം ശ്രീനാഥ് ഫാസിയും. അതിലവർ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇവർ സമയത്തിന് വരില്ല, വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഇവിടെ 100 കണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ ഇവരെ കാത്തിരിക്കേണ്ട ഗതികളിലേക്ക് പോകുന്നു. സമയം കൃത്യമായി പാലിക്കുന്നില്ല. ഇവർക്കെതിരെ നിരവധി പരാതികൾ പല പ്രാവശ്യം വരുന്നു എന്നാണ് പറയുന്നത്. അത്തരമൊരു പരാതി ഉണ്ടായപ്പോഴാണ് ഇത്തരം നടപടിയിലേക്ക് പോയത്. അതെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിന് സിമ്പിളായിട്ട് പറയുന്നത് ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ. എന്ന് വെച്ചാൽ ഈ സമയം എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം ഒരു സ്ഥലത്ത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി ആ ദിവസം കഴിഞ്ഞില്ല, ഒരു ദിവസം മാറിപ്പോയാലും അത് പ്രൊഡ്യൂസറിനുണ്ടാകുന്ന ലോസ് ഭയങ്കര വലുതാണ്. ഒരു ദിവസം ആവറേജ് നമുക്കൊരു പെർ ഡേ ഷൂട്ട് എന്നൊക്കെ പറയുന്നത് ഒരു 3 lakhs അല്ലെങ്കിൽ 3 to 4 lakhs. വലിയ പടമൊക്കെ ആണെങ്കിൽ അതിനും ഇതാണ്. അപ്പോൾ നമ്മൾ രാവിലെ കൃത്യമായിട്ട് ഒരു 7 മണി 8 മണിക്കൊക്കെ നമ്മൾ തുടങ്ങിയാൽ മാത്രമേ, മലയാള സിനിമ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൾ ഷീറ്റിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ രാവിലെ തുടങ്ങി 9:30 വരെ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ചില പടങ്ങൾ നമ്മൾ തീരുന്നവരെ ആ ലൊക്കേഷൻ കിട്ടി. കാരണം ഇവിടെ ലൊക്കേഷൻ ട്രെൻഡ് ഉണ്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ പൈസ കൊടുത്തിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ തിരക്കുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ദിവസം എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ അവരുടെയൊക്കെ ഡേറ്റ് കിട്ടി കഷ്ടപ്പെടുത്തി അവരെ കൊണ്ടുവന്നതിന് ശേഷം വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയോട് എനിക്ക് യാതൊരുവിധ യോജിപ്പില്ല. പ്രത്യേകിച്ച് സീനിയേഴ്സൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ടൈം പാലിക്കുക, അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി, അത് ഞാൻ പഠിച്ചത് നമ്മുടെ സീനിയേഴ്സ് തന്നെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കകാലത്ത് നമുക്കൊക്കെ ഈ ഉഴപ്പുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ എഴുന്നേറ്റ് വരിക, അല്ലെങ്കിൽ ഞാൻ പറയാം വളരെ തുടക്കകാലത്ത്. ഞാൻ പക്ഷേ 2011 ഞാൻ തിരയിലാണ് തുടങ്ങിയത്. അപ്പോൾ ചേട്ടൻ്റെ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് നമ്മൾ മോർണിംഗ് ഷോട്ടൊക്കെ എടുത്തിരുന്നു. 6:30 ചേട്ടനാ മോർണിംഗ് ടൈമിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യുക. എനിക്ക് മോർണിംഗ് ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വലി ഭയങ്കര ഭംഗിയായിരിക്കും. ഇന്നൊന്നും ആ പരിപാടി പോലും ചിന്തിക്കാൻ പോലും പറ്റും. അതെ, എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ 6:30 മണിക്കൊക്കെ നമ്മൾ ആ മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ മോർണിംഗ് ഈവനിങ് ലൈറ്റിലൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്, വിഷ്വൽ കിട്ടുക എന്ന് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ നമ്മൾ വന്ന് എഴുന്നേറ്റ് വരിക എന്നുള്ളൊരു സംഭവം ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു കോൾ ടൈം പറഞ്ഞ് അത് വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം. നമ്മൾ കൃത്യമായിട്ട് അതിനനുസരിച്ച് നമ്മൾ പറയണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ ബാക്കിയുള്ള ആക്ടേഴ്സിനെ അല്ലെങ്കിൽ സീനിയേഴ്സിനെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അല്ല, ധ്യാനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു കംപ്ലൈന്റ് പോലും ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഹാബിറ്റ്സോ സ്വഭാവങ്ങളോ അതൊക്കെ നമ്മൾ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ സെറ്റിൽ, പ്രത്യേകിച്ച് ഡിസിപ്ലിൻ. നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എന്താണോ ഏതാണെന്നുള്ളത് ഇവിടെ കാര്യമില്ല, ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, നമ്മൾ കമ്മിറ്റഡ് ആണ്, നമ്മളൊരു എഗ്രിമെന്റഡ് ആണ്, നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് നമ്മളൊരു കോൺട്രാക്ട് ബേസിസിലാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഓഫീസ് ഇത് ഈ ജോലിയല്ല, വേറൊരു ഓഫീസ് ആണെങ്കിൽ തന്നെ, ഇപ്പം മീഡിയയിലായിക്കോട്ടെ, വേറൊരു ഓഫീസ് ആണെങ്കിൽ തന്നെ നമ്മൾ കൃത്യസമയത്ത് ഓഫീസിൽ പോകില്ലേ, പഞ്ച് ചെയ്ത് കയറണം. എത്ര ദിവസം നമുക്ക് കുഴപ്പം പറ്റും? അപ്പോൾ അവിടെ ആകുമ്പോൾ ഈ പേടിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ സിനിമയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇനി പറഞ്ഞ പോലെ അവരുടെ സൗകര്യത്തിന് വരിക, അല്ലെങ്കിൽ അത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി 4-5 വർഷമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ ഒരു വേറെ ആരും നമ്മളിവിടെ അങ്ങനെ സഹകരിക്കാത്ത ആൾക്കാരൊന്നുമില്ല. എനിക്ക് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ആൾക്കാർ. ആ ഒരു കാറ്റഗറിയിൽ 1-2 പേര് ഉണ്ടെങ്കിലും ആ സിനിമയ്ക്ക് മൊത്തം പേര് ദോഷം വരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അതാണല്ലോ ഇതിനകത്ത് വിഷയം. ഒരാള് തെറ്റ് ചെയ്താലും എല്ലാവർക്കും അത് വരികയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പം ബാസിയുടെ കേസിലൊക്കെ എനിക്ക് മനസ്സിലായി, ബാസിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ഇപ്പം ബാസിയുടെ കേസിൽ ബാസി രാത്രി എന്തുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം വെച്ചാൽ രാത്രി ഉറങ്ങാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും രാവിലെ. അപ്പം ബാസി സ്വാഭാവികമായിട്ടും ബാസിയുടെ
രാത്രിയിൽ നൈറ്റ് പേഴ്സൺ ആണ് പുള്ളി. അപ്പോൾ എനിക്കറിയാവുന്ന ബാസി, ഞാൻ ഗൂഢാലോചന വർക്ക് ചെയ്തിട്ടുണ്ട് ബാസിലൂടെ. അപ്പോൾ അന്ന് എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ആ സെറ്റിലൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാസി എൻ്റെ കൂടെയാണ് വന്നിരുന്നത്, നമ്മൾ ഒരുമിച്ചാണ് ഇറങ്ങിപ്പോയിരുന്നത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ബാസി ഇങ്ങനെ ഈ സമയം പാലിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അത് എല്ലാ സിനിമയിലും ഇല്ലയെന്ന്. ചില സിനിമകളിലാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് ആ ഫ്രീഡം കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ആ ഉഴപ്പൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഒരിക്കലും സീനിയേഴ്സിനെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റൈലും മാറ്റേണ്ട. അങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം നേരത്തെ സഹകരിപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സിനും വരുന്ന ടെക്നീഷ്യന്മാർക്കൊക്കെ ഇവർ മുൻപേ ചെയ്തിട്ടുള്ള സിനിമകളും സിനിമാക്കാർ അവർക്കറിയാലോ കൃത്യമായിട്ടും ബാസി എപ്പോൾ വരും. അപ്പൊ അങ്ങനെ വേണ്ട ആൾക്കാർ മാത്രം അങ്ങനത്തെ ആൾക്കാരെ വെച്ചാൽ പോയാൽ മതി. അതിൽ ബാസിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ വരുന്ന നിർമ്മാതാക്കളെ പറയേണ്ടി വരും, ഡയറക്ടർമാരെ പറയേണ്ടി വരും. അതാണ് സത്യാവസ്ഥ. അത് അതിന്റെ ഒരു അതർ സൈഡ് അതാണ് സത്യം. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക എന്നുള്ളതാണ് ഇവരെ വേണമെന്ന് താനും പിന്നെ കുറ്റവും പറയുക. ബാസി ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ സമയം പാലിക്കാതെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ബാസിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്കനുസരിച്ച് ചാർട്ട് ചെയ്യേണ്ടി വരും ആ സിനിമ. ബാസി വരുന്ന സമയം ഏതാണ് ആ സമയത്ത് സിനിമ തുടങ്ങാം. അങ്ങനെ ചാർട്ട് ചെയ്താൽ പ്രശ്നം തീരും അല്ലേ? അങ്ങനെ ഒരു പരിപാടി നടക്കില്ലല്ലോ. അല്ല, അങ്ങനെ ചെയ്യാൻ സന്നദ്ധമുള്ളവരുണ്ടാവും, ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അത് ആ പ്രശ്നം. മലയാള സിനിമ നമ്മളൊക്കെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമ, ഈ ഇൻഡസ്ട്രിക്ക് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഒരിക്കലും താങ്ങാൻ പറ്റാത്ത. ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് വെച്ചാൽ നമ്മളൊരു സുഹൃത്ത് ഒരു മോശം കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കൂട്ടുക ശരിയല്ല. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സിനിമയിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ് ബാസി. പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ആളുമാണ്. ബാസിയുടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ എന്തിനാ എന്നുള്ള രീതിയിൽ, കാരണം ആസ് എൻ ആക്ടർ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ആക്ടറാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റി ഇങ്ങനെ വാർത്തകൾ വരുന്നു അല്ലെങ്കിൽ ആൾക്കാർ വിലക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിഷമമാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ബാസിയുടെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ നമുക്കെന്താ പറയാ, ഒരാളെ നമുക്ക് അടിമുടി നമുക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. ഒന്നുമില്ല. ലൈഫ് സ്റ്റൈലൊക്കെ നല്ലതാണ്, എല്ലാവർക്കും ലൈഫ് സ്റ്റൈലുണ്ട്, എനിക്കുണ്ടാവും, ധ്യാനുണ്ടാവും. പക്ഷെ അത് ഒരു ബിസിനസ്സിനെയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തൊഴിൽ മേഖലയോ ബാധിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു മേഖലയിൽ നമ്മൾ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ലൈഫിൽ വേണം, എല്ലാ കാര്യത്തിലും. തീർച്ചയായിട്ടും വേണം. ഒരു പ്രായം വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഉഴപ്പും പരിപാടിയൊക്കെ അതൊക്കെ ഒരു കഴിഞ്ഞിട്ടും ഇപ്പൊ ന്യൂ ജനറേഷൻ ഒന്നും അല്ല ഇവരൊക്കെ 30 വയസ്സിന് മുകളിലായി. ഇതൊക്കെ കുറെ 10-12 വർഷമായില്ല. അപ്പൊ ഇത്രയും വർഷമായിട്ടും ഇങ്ങനെ ഒരു സംഭവമൊക്കെ വരുമ്പോൾ, കാരണം ബാസി 2012 തൊട്ട് സിനിമയിലുണ്ട്, 11ാമത്തെ വർഷം ബാസിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരൊക്കെ സീനിയർ ആക്ടേഴ്സ് ആണ് ഇപ്പോൾ. അപ്പൊ അവരൊക്കെ അല്ലേ ബാക്കിയുള്ള പുതിയ ജനറേഷൻ ആൾക്കാർ എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശമാണ്. എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു നമ്മളെ സിനിമ ഫ്രെറ്റേണിറ്റിയിൽ എല്ലാവരെയും, കാരണം ഇതൊരു പൊതുസമൂഹം അറിയുന്ന സമയത്തും ആൾക്കാർ കാണുമ്പോൾ ഓൾറെഡി ഇപ്പോൾ സിനിമ ഒന്നും തിയേറ്ററിൽ ഓടാത്തൊരു ക്രൈസിസ് അവസ്ഥയുണ്ട്. അപ്പം ഓൾറെഡി ഇങ്ങനത്തെ ഒരു ബാഡ് എക്സാമ്പിൾ സെറ്റ് ചെയ്യുമ്പോൾ സിനിമാക്കാരോട് തന്നെ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഫ്രെറ്റേണിറ്റിനോട് തന്നെ ആൾക്കാർക്കൊരു എന്താ ഇവരൊക്കെ ഇങ്ങനെ എന്നൊക്കെ തോന്നും. അപ്പോൾ ഇതൊരു ഡിസ്കഷൻ ആവുന്നു, ഇത് മീഡിയയിൽ വരുന്നു, അല്ലെങ്കിൽ ഇതൊരു ചർച്ചയാവുന്നു. അപ്പം നമ്മളെ തന്നെ ഇത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. മൊത്തം ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു പേരുദോഷം വരുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും. അതാണ് ഏറ്റവും വലിയ ദുഃഖകരം. ഞാൻ നേരത്തെ പറഞ്ഞ 1-2 ആളുകൾ ചെയ്യുന്നതിൽ എല്ലാവരും കുറ്റക്കാരായി പോകും, ഓട്ടോമാറ്റിക് കുറ്റക്കാരായി പോകും. അത് ബാസിയെ പോലെ തന്നെയാണ് ഷെയ്ൻ നിഗത്തിന്റെ കാര്യം. അദ്ദേഹവും വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ സംസാരിച്ച ഫോൺ സംഭാഷണം വരെ പുറത്തു വന്നു. ഇപ്പോൾ പഴയ ഫോൺ സംഭാഷണം വരെ പുറത്തു വന്നു. അദ്ദേഹം ആർഡിഎക്സ് എന്ന സിനിമയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് പ്രൊഡ്യൂസർ തന്നെ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ കത്ത് കൊടുത്തത്. അതിന് അദ്ദേഹം മറുപടി കൊടുത്ത് രസകരമായ മറുപടിയായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നി. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പക്ഷേ ഒരു എഡിറ്റിംഗ് കാണണം. ഞാൻ സിനിമ എടുക്കുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എഡിറ്റിംഗ് ഒരു നടപടി എനിക്ക് കാണിച്ചിട്ടേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പിടിവാശിയൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ആ പിടിവാശി അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് എഡിറ്റിംഗ് കാണുന്ന പറഞ്ഞാൽ ഇവിടെ എല്ലാവരും എഡിറ്റ് കാണുന്നുണ്ട്, സ്പോട്ടിൽ നമുക്ക് എഡിറ്റ് കാണാം. ആ പിടിവാശിയുടെ കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് കാണാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഡബിൻ്റെ സമയത്ത് നമ്മൾ സിനിമ കാണുന്നു, അല്ലെങ്കിൽ ഇവിടെ ആക്ടേഴ്സൊക്കെ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇവിടെ എല്ലാവരും വന്നിട്ട് എഡിറ്റൊക്കെ കാണുന്നതാണ്. എഡിറ്റ് ചെയ്താലേ ഇനി മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ഒരു പിടിവാശിയുടെ ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും. ഇതിലുള്ള പ്രധാന പ്രശ്നം വെച്ചാൽ അത് ഷെയ്ൻ്റെ കൂടെ സിനിമയാണ്. ഷെയ്ൻ എന്ന് വെച്ചാൽ നമ്മുടെയാണല്ലോ സിനിമ, നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സിനിമയാണ്. ആ സിനിമയുടെ എന്തിതായിക്കോട്ടെ അതിൻ്റെ ബാക്കിയുള്ള സ്വാർത്ഥതയൊക്കെ വിട്ടിട്ട് നമ്മൾ എന്നുള്ള ചിന്ത വിട്ടിട്ട് ആ സിനിമയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ ടെക്നീഷ്യന്മാർക്കൊരു ബാധ്യത ഉണ്ടാക്കാതിരിക്കുക, അല്ല അവരെ വിഷമിപ്പിക്കാതിരിക്കുക. കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറൊക്കെ ഫെഡപ്പ് ആയി പോകും. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അവരുടെ ക്രിയേറ്റീവ് സൈഡിലൊക്കെ കയറി ഇടപെടുമ്പോഴൊക്കെ
മാനസികമായിട്ട് ഇപ്പം ഞാൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, അപ്പം നമ്മളെ ആക്ടേഴ്സ് ഒരുപാട് ഇടപെടൽ നടത്തുമ്പോൾ ഇന്റർഫിയറൻസ് നടത്തുമ്പോൾ നമ്മൾ ഫെഡപ്പ് ആയി പോകുന്നു. അപ്പം നമ്മൾ മാനസികമായി തളർന്നു. ഞാൻ കേട്ടു ആ ഡയറക്ടർ ഒരു 5-6 ദിവസം ഹോസ്പിറ്റലായി. അപ്പോൾ അവനും എത്രയോ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന ഒരു സംവിധായകന്റെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൊക്കെ അവനെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് എന്താ പറയണ്ടേ, എന്തൊരു മോശമാണ് അതൊക്കെ. അപ്പോൾ ഒരു കാര്യമില്ല. ഇപ്പോൾ സോഫിയ പോൾ ചേച്ചി ഓൾറെഡി വലിയ വലിയ സിനിമകളുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഇന്നേ വരെ അവരെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് അവർ ഇതേവരെ ഒരു കംപ്ലൈന്റ് ആർക്കെതിരെയും പറയാത്തതാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര വാലിഡ് ആയിട്ടുള്ള സംഭവം വന്നതിന് ശേഷമായിരിക്കുമല്ലോ ജെനുവിൻ കംപ്ലൈന്റ് ആയിട്ടാണ് ഫീൽ ചെയ്ത്. അല്ലെങ്കിൽ ഒരിക്കലും അവർ അങ്ങനെ ഒരു ഇന്നേ വരെ ആരെ പറ്റിയും മോശം പറയാത്തൊരു ബാനറാണ് അവർ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ വേണം. അപ്പോൾ സിനിമ എൻ്റെയും കൂടെ സിനിമയാണ്. എൻ്റെ സിനിമയിൽ ഒരു പ്രശ്നം വരാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ സോർട്ട് ചെയ്യും എന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഈ സിനിമ സെറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് സിനിമ സെറ്റിലും പോയി കഴിഞ്ഞാൽ അവിടെ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വേറെ ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അന്നത്തെ രാത്രി കൊണ്ട് നമ്മൾ സോർട്ട് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും. കാരണം സിനിമ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. നമ്മളത് ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ഇങ്ങനെ ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകിച്ച് ആക്ടേഴ്സിനിടയിൽ ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ടിൽ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ശുദ്ധ പോകരുതരല്ലേ. അപ്പോൾ ആ സിനിമയുടെ കൂടെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കണം. എൻ്റെ സെറ്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമോ ഒരു ഇഷ്യൂയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻകൈ എടുത്തിട്ട് ഞാനത് തീർക്കാനേ നോക്കുള്ളൂ. അത് ആരുടെ കേസ് വന്നാലും, വേറെ ഇപ്പോൾ യൂണിറ്റിൽ പ്രശ്നങ്ങൾ വരും, പ്രൊഡക്ഷൻ ഇഷ്യൂസ് വരും, കാശ് കിട്ടാത്തതിൻ്റെ ഇഷ്യൂസ് വരും, കാശ് ലേറ്റ് ആകുമ്പോൾ ഒരു ആഴ്ച ബാറ്റ ഡിലേ ആകുമ്പോൾ, ഇതൊക്കെ ഞാൻ ആക്ച്വലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ ഇടപെട്ട്, കാരണം നമ്മളടുത്ത് വന്നിട്ട് പരാതി പറയും. ചിലപ്പോൾ നമ്മളോട് വർക്ക് ചെയ്ത യൂണിറ്റുകാരൊക്കെ ആണെങ്കിൽ ഞാനിത് കിട്ടിയിട്ടില്ല, കിട്ടും, നമ്മൾ ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രൊഡക്ഷനോട് പോയിട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇടപെട്ട് ഒരു പ്രശ്നമില്ലാതെ എങ്ങനെ സിനിമ മുന്നോട്ട് പോകുന്ന ചിന്തിക്കുന്നതിനിടയിലാണ് പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ഇതുപോലത്തെ നായകന്മാർ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. അതിനൊന്നും കൂട്ട് നിൽക്കാൻ പാടില്ല ഒരിക്കലുമില്ല. കാരണം സിനിമ ഒരു ഹാപ്പി പ്രോസസ്സാണ്, നമ്മൾ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ എങ്ങനെയാണോ സിനിമയുണ്ട്? ഒരിക്കലല്ല. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗം വളരെ വർദ്ധിക്കുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം ലഹരി, അത് ലഹരി ഉപയോഗം എല്ലാ മേഖലയിലും ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും. സ്കൂളുകൾ കേന്ദ്രീകരിച്ച ലഹരി ഉപയോഗം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ കൊടുക്കുന്നത് അതൊന്നും നമ്മളറിയില്ല. സിനിമയിൽ വരുമ്പോഴാണ് വലിയ വാർത്തയാവുന്നത്. ലഹരി ഉപയോഗം വളരെ വർദ്ധിക്കുന്നു, അതും ഈ സിനിമയെ ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം. ഈ ഇഷ്യൂ ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കത് ഇഷ്യൂ ആയിട്ടല്ല അവർ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഇതുണ്ട്. ഇതൊരു സിനിമനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇതിൽ മാത്രമേ ഉള്ള ഒരു സംഭവമല്ല. നേരത്തെ പറഞ്ഞ പോലെ മീഡിയയിലുണ്ട്, അത് എല്ലാ സ്ഥലത്തും ഉണ്ട്, സെക്ടറിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ഉപയോഗം ഏറ്റവും കൂടുതൽ. അപ്പം ഞാനിതിനെ വേറെ രീതിയിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ സിനിമയിൽ ഇതൊരാളുടെ പേഴ്സണൽ ചോയ്സാണ്. നമുക്കൊരു ലഹരി ഉപയോഗിക്കണോ? കാരണം അവനവൻ്റെ ശരീരമാണ് കേടാക്കുന്നത് അല്ലേ. ഇതുകൊണ്ട് ബാക്കിയുള്ളവർക്കല്ല ബുദ്ധിമുട്ട്. നിങ്ങൾ ലഹരി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ കേടാക്കുന്ന ഒരൊറ്റ ചിന്ത മതി. കാരണം ഞാനിത് ഉപയോഗിച്ചിരുന്ന ആളാണ് ഒരു കാലം വരെ. ഞാനിത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ ലഹരി എന്ന് ഉദ്ദേശിച്ചത്, ഞാനിതിനെ ക്ലാസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ലിക്വിഡ് സോളിഡ് ഗ്യാസ് എന്ന് പറയുന്നത് വെച്ചാൽ, ഒന്ന് ഇത് വെള്ളമായി പോകുന്നത്, ഒന്ന് വലിച്ചു പോകുന്നത്, ഒന്ന് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ്. എൻ്റെ കോളേജ് കാലയളവിലും അല്ലെങ്കിൽ കാലഘട്ടത്തിലും ഞാൻ സിന്തറ്റിക്കും ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് ശരീരത്തിന് മോശമായെന്ന് എനിക്ക് മനസ്സിലാവും, ശരീരത്തിന് കേടാക്കുന്നു മനസ്സിലാവുമ്പോൾ നിർത്തിയാളാണ് ഞാൻ. അതൊക്കെ എൻ്റെ ഒരു പരിധി വരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ആ സമയത്തിന് എൻ്റെ അക്കാഡമിക്സിനെയോ എൻ്റെ പേഴ്സണൽ ലൈഫിനെയോ എൻ്റെ റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം ഇല്ലാണ്ടാക്കും, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റസിനെ, മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഇത് പറഞ്ഞ പോലെ ഗ്യാസ്, ഈ പുക, അതും ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നിട്ട് നമ്മൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് അഡിക്ഷൻ ആവും. പിന്നെ നമ്മൾ സ്ലോലി ഗ്രാജുവലി ഇത് കുറച്ച് കൊണ്ടുവന്ന്, ഞാൻ മകളായതിനു ശേഷമൊക്കെയാണ് ഞാൻ അത് വളരെയധികം ഞാൻ കട്ട് ഡൗൺ ചെയ്ത് നിർത്തി. ഇപ്പോൾ 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, 7 വർഷമായിട്ട് ഞാൻ മദ്യപിക്കാറില്ല, 8 വർഷമായിട്ട്. എനിക്കിപ്പോൾ യാതൊരുവിധ അങ്ങനത്തെ ടീടോട്ടലറാണ്. വല്ലപ്പോഴും ഞാൻ ലൊക്കേഷനിൽ ഇപ്പോൾ ചുണ്ട് അറിയാം, സിഗരറ്റ് വലിക്കുന്ന ആളാണ്. സിഗരറ്റ് വലിയും ഈ പറഞ്ഞ പോലെ ലഹരി എന്ന് പറയുമ്പോൾ മദ്യവും ഒക്കെ പെടും. അതിനേക്കാളും ദൂഷ്യമുള്ള സാധനമാണ് സിഗരറ്റ്, അതിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 86-ലാന്ന് തോന്നുന്നു NDPS-ന്റെ നാർക്കോട്ടിക് ഡ്രഗ് ആയിട്ടാണ്, 86-87-ലാണ് കഞ്ചാവ് നാർക്കോട്ടിക് ഡ്രഗാണ്. കഞ്ചാവ് ഞാൻ കഴിഞ്ഞൊരു സ്ഥലത്തും പറഞ്ഞു, കഞ്ചാവ് ഭയങ്കര ഓവർ റേറ്റഡാണ്. കഞ്ചാവ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സിന്തറ്റിക്കിലേക്ക് കടന്നു. ഈ സിന്തറ്റിക് ആണ് നമ്മൾ ഈ പറയുന്ന സോക്കോൾ. നമ്മൾ ഒരു 5 വർഷം മുന്നേ വരെ ലഹരി എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ കഞ്ചാവായിരുന്നു. കഞ്ചാവ് എന്തോ സംഭവം. കഞ്ചാവ് 40ഓളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത സാധനമാണ്. റിക്രിയേഷൻ ഡ്രഗ് ആയിട്ടും ആന്റി ഡിപ്രസന്റ് ആയിട്ട് വരെ, മരുന്നായിട്ട് വരെ കൊടുക്കുന്ന സാധനമാണ്. സോ കഞ്ചാവിനെ അതിനെ ഡോർ ഡ്രഗ് ആയിട്ട് നമുക്ക് പറയാം. കാരണം ഡോർ ഡ്രഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് അടുത്തതിലോട്ട് പോകുന്ന ഒരു ഡോർ ഡ്രഗാണ്. ഓക്കെ,
ഇത് അടുത്തതിലോട്ട് പോകുമ്പോൾ ഈ സിന്തറ്റിക് വരുമ്പോഴാണ് മനുഷ്യന്റെ വേറെ ഈ ലെവലിലോട്ട് ആൾക്കാർ സ്വഭാവം തന്നെ മാറിപ്പോകുന്നത്. എല്ലാം കൊണ്ടും ശരീരത്തിന് ദൂഷ്യമുള്ള വേറൊരു സാധനമില്ല. അപ്പോൾ അത് എനിക്ക് പറയാനുള്ള സിനിമയിലെ ലഹരി ഉപയോഗത്തിനേക്കാളും ഈ റൂട്ട് ലെവലിൽ ഇന്നത്തെ ഗ്രോയിങ് കുട്ടികൾ, സ്കൂൾ, കോളേജ്, അവിടെയാണ് ആക്ച്വലി ഈ പറഞ്ഞ സിനിമയിൽ കുറേ പൈസകൾ കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവന്മാർ കഴപ്പിന് വലിക്കുന്നതെന്നല്ലാണ്ട് വലിക്കുന്നതെന്നല്ലാണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ കുറേ അത്യാവശ്യം കാശും ഇതൊക്കെ ഉണ്ട് പിള്ളേന്മാരുടെ കയ്യിലും. ഇതല്ല, കുട്ടികളും ഈ കോളേജിലെ പിള്ളേരും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 റെയ്ഡോ അല്ലെങ്കിൽ ഇതുപോലെ സാധനങ്ങൾ സ്കൂളുകളിലും ഇതിലും കേന്ദ്രീകരിച്ച് വേണം, അവർക്ക് വേണം ശരിക്കും അവയർനെസ് കൊടുക്കാൻ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ. കാരണം ശരിക്കും അത് അവരുടെ ആ അക്കാഡമിക് ലെവലിനെയും അവരുടെ എല്ലാ ലെവലിലും അവരെ ബാധിക്കും, ഡെഫിനറ്റ് ആയിട്ടും ബാധിക്കും. എന്നെ ബാധിച്ചിരുന്നു എന്ന് വെച്ചിട്ട് നീ ഇതൊക്കെ ആയ പ്രായത്തിൽ ചെയ്തിട്ട് ഞങ്ങളെ വന്നിട്ട് ചെയ്യാതിരിക്കുന്നെന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ്സ് ബാഡ്. അത് നമ്മളെ നിർത്തുന്നതാണ്. പിന്നെ അപ്പോൾ അത് റൂട്ട് ലെവലിൽ ഇറങ്ങിയിട്ട്, കാരണം പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് കാര്യമില്ല, ഇതിന്റെ പെഡ്ലേഴ്സിനെ വേണം പിടിക്കാൻ. ഇതിന്റെ മുകളിലോട്ട് എത്തുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇതൊക്കെ പല പുറത്തുനിന്നൊക്കെ വരുന്ന സാധനം. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ആക്ച്വലി എന്ത് കിട്ടാനാ? നമ്മൾ പുഷ് ചെയ്യുന്ന ആൾക്കാർ, ഇത് പെഡൽ ചെയ്യുന്ന ആൾക്കാരെ മാത്രം പിടിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രത്യേകിച്ച് ഈ ജനറേഷനിലെ പിള്ളേര്, കുട്ടികൾ ഭയങ്കരമായിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, കാരണം കഞ്ചാവ് ആർക്കും വേണ്ട. ഇപ്പോൾ അതിന്റെ അപ്പുറത്തേക്കുള്ള സാധനം കിട്ടുമ്പോൾ ആർക്കാ കഞ്ചാവ് വേണ്ട? അപ്പോൾ ആ ലെവലിലോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളിങ്ങനെ, കാരണം ഞാൻ കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അനിയന്മാരൊക്കെ ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇരുന്ന് അവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിർത്ത്, ഇതുപോലത്തെ സാധനങ്ങളാണ്, അവർക്ക് കഞ്ചാവൊന്നും വേണ്ട. അപ്പോൾ ആ ലെവലിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പോൾ അവരുടെ ഒരു ഏജ് അല്ലെങ്കിൽ അവരുടെ ആ ഏറ്റവും നല്ല കോളേജ് ടൈമിൽ ഏറ്റവും നല്ല ലൈഫിൽ ഏറ്റവും മനോഹരമായ സമയമാണ് ഇതൊക്കെ വലിച്ചും ഇതൊക്കെ അടിച്ചിട്ടും സമയം കളയുന്നത്. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തകളും കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ഇതിൻ്റെ പുറത്ത് അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ ജീവിതം തുലയ്ക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ സാധനം. എനിടെ ഇതിനപ്പുറം വേറെ ദൂഷ്യമുള്ളൊരു പരിപാടിയില്ല. സിനിമാ മേഖലയിൽ ഉപയോഗിക്കുമ്പോൾ ലൊക്കേഷനിൽ വന്ന് പരസ്യമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക്, പണ്ടൊക്കെ രഹസ്യമായിട്ട് ഉപയോഗിക്കും, പരസ്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. അത് ഷൂട്ടിങ്ങിന് തടസ്സമാവുന്നുണ്ട്. എനിക്ക് ഇപ്പൊ എൻ്റെ അറിവിൽ വലിക്കുന്ന ഒരുപാട് സിനിമാക്കാരുണ്ട്. 1, 2, 3 പേരൊന്നുമല്ല, ഒരുവിധം ഒട്ടുമിക്ക സിനിമാക്കാരും വലിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 4 വർഷം മുന്നേ വരെ ഇത് ഉപയോഗിച്ചിരുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇത് അപ്പോൾ എനിക്കറിയാവുന്ന ഒട്ടുമിക്ക സിനിമാക്കാർ എല്ലാവരും, അത് സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, എല്ലാ ജനറേഷനിലെ ആൾക്കാരുണ്ട് കേട്ടോ. അത് ഒരു ജനറേഷൻ എന്നല്ല, ഇതിൽ എല്ലാ ജനറേഷനും ഉണ്ട്. കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. പക്ഷേ അതിൽ പലരും നിർത്തി, പലരും കുറച്ചു, പലരും ഇപ്പം ഇല്ല. ഇപ്പോൾ ഒരു വളരെ ചുരുക്കം ആൾക്കാരാണ് ഇത് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു ഈ ജനറേഷനിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം പലരും ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി മടുപ്പുണ്ടല്ലോ, ശരീരം റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. അപ്പോഴെല്ലാവരും പതുക്കെ ഇത് വിട്ടു തുടങ്ങി. അപ്പോൾ ഇപ്പോഴും ഇത് വലിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ സിനിമ അല്ലെങ്കിൽ ആ സെറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ പറഞ്ഞ പോലെ ശീലങ്ങൾ വരുന്ന ദുശീലങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഉഴപ്പുണ്ടാവും. നമ്മൾ സമയത്ത് പോകാതിരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു കാരണം നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഈ പറഞ്ഞ ശീലങ്ങളൊക്കെ തന്നെയാണ്, ഹാബിറ്റ്സ്. അപ്പോൾ അത് ചിലരതിനെ കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. ഇത് കൃത്യമായി ലൊക്കേഷനിലെത്തുന്നു, കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നു. വൈകുന്നേരങ്ങളിൽ പോയിട്ട് ഒരെണ്ണം അടിച്ചിട്ടോ കുടിച്ചിട്ടോ കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അതിനെ കൃത്യമായി ബാലൻസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ കുഴപ്പമില്ല. പക്ഷേ ഇതിനെ ഓവർ യൂസ് ചെയ്യുകയും ഇതിനെ കൃത്യമായി എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ആൾക്കാർക്കാണ് ഈ ബുദ്ധിമുട്ട്. അവര് സെറ്റുകളിലും സിനിമക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അവരാണ് ഈ സിനിമയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ തന്നെ നമുക്ക് പറയാം. ഒട്ടനവധി ആൾക്കാരില്ല, ഈ ചുരുക്കം ആളുകൾ. അത് എടുത്ത് തന്നെ നമുക്ക് അറിയാനും കഴിയുന്നു. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ വിഷയങ്ങൾ വരുമ്പോൾ ആയിരിക്കാന്ന് ഓട്ടോമാറ്റിക് അറിഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ ഒരു പ്രതിസന്ധി മാറണമെങ്കിൽ, ഞാൻ എന്ന ഒരു ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഒരു ആക്ടറാണ്, പ്രതിസന്ധി ഒന്ന് മാറാൻ എന്താണ് ഒരു പോംവഴി? അല്ല, ഇതൊക്കെ ഒരു ടെമ്പററി ഫേസ് ആണല്ലോ ഇതിലിപ്പോൾ. പിന്നെ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഒരാൾ വലിക്കണോ കുടിക്കണോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കണോ എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ജോലിക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ജോലി, ഇറ്റ്സ് എ ജോബ് അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്രൊഫഷൻ ആണെങ്കിൽ അയാൾ ആ സമയത്ത് അയാളത് കമ്മിറ്റഡ് ചെയ്ത ജോലിയോട് കൂറ് കാണിക്കുക അല്ലെങ്കിൽ ആ സിനിമയോട് കൂറ് കാണിക്കുക എന്നുള്ളത് മാത്രം മതി. വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ പരിപാടിക്ക് പോകാതിരിക്കുക. കൃത്യമായിട്ട് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം വേറെ ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ എന്ത് വേണം ചെയ്തോ, അതൊന്നും അവരിവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഹാബിറ്റ്സോ നിങ്ങളുടെ ഇതോ നിങ്ങളുടെ മോറൽസോ എത്തിക്സോ ഒന്നും അവരും ചെയ്യുന്നില്ല. നിങ്ങളൊരു ജോലിക്ക് വരുവാണെങ്കിൽ അവർക്ക് കൊടുത്ത ഡേറ്റിന് നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യുക, പോവുക, അത് മാത്രം ചെയ്താൽ മതി. വേറെ പ്രതിസന്ധി ഒന്നും ആക്ച്വലി ഇല്ല. ഇത് കൃത്യമായി ഫോളോ ചെയ്യുക, അവരോട് സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക. ഇത് നമ്മുടെ സിനിമയാണെന്നുള്ള തോട്ട് അവനവർക്ക് പിന്നെ ഇത് എൻ്റെ സിനിമയാണ്, എൻ്റെ സിനിമയ്ക്ക് ഒരു പ്രശ്നം വരാൻ ഞാൻ അനുവദിക്കില്ല, അത്ര ഒരു ചിന്ത ഉണ്ടായാൽ മാത്രമേ, വേറെ ഒന്നും വേണ്ട. ഈ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ എന്നെ പറഞ്ഞു, അമിതമായി സാലറി വാങ്ങും ആളുകൾ, പല ആളുകളും
അമിതമായി സാലറി വാങ്ങുന്നു. അത് വലിയ പ്രതിസന്ധി സിനിമയ്ക്കുണ്ടാവും. ചില സിനിമ വിജയിക്കുമ്പോൾ പിറ്റത്തെ സിനിമയ്ക്ക് പോകുമ്പോൾ അവന് ഇരട്ടിയാക്കുന്നു ശമ്പളം. അതേക്കുറിച്ച് ധ്യാൻ്റെ അഭിപ്രായം എന്താണ്? അതേക്കുറിച്ച് വെച്ചാൽ ഇപ്പോൾ ഈ ഇൻഡസ്ട്രി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം 2 വർഷത്തിനുള്ള കൊറോണ സമയത്ത് ശേഷം ഇറങ്ങിയതിൽ 8-10 മൊത്തം ഒരു 200-300 പടങ്ങൾ ഇറങ്ങിയതിൽ ആകെ ഒരു 10-20 പടങ്ങൾ 2 വർഷത്തിനിടയിൽ ഓടിയിട്ടുണ്ടാവുള്ളത്. അത്രയധികം സിനിമകൾ ഇറങ്ങി. അപ്പോൾ ഒന്ന് ഞാൻ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. വെച്ചാൽ നമ്മൾ ഇൻ്റർനാഷണൽ റെവല്യൂഷൻ്റെ പീക്കിലിരിക്കുന്ന സമയം നമുക്ക് ഡേറ്റ ഫ്രീ, എല്ലാം ഫ്രീ, എല്ലാവരും വീട്ടിലിരുന്നിട്ടാണ് ടി വിയിലും OTT കാലം വന്നു. അപ്പോൾ ഈ OTT യുഗത്തിൽ പോയിട്ട് ആരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല. പിന്നെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. എല്ലാം കാണുന്ന നെറ്റ്ഫ്ലിക്സ്, ആമസോണും കണ്ടിട്ട് ഇവിടുത്തെ മലയാള സിനിമ കാണുന്ന സമയത്ത് അവർക്ക് കൂറിയായിട്ടേ തോന്നുള്ളൂ. നമ്മൾ അവനെ കമ്പയർ ചെയ്ത് വരുമ്പോൾ നമുക്കത് മോശമായിട്ടേ തോന്നുള്ളൂ. അത്രയും നല്ല കോണ്ടന്റ് ആക്ച്വലി ഇപ്പോൾ വരുന്നില്ലതാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ സിനിമകൾ പലതും മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ എന്നാൽ പോലും ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇത് ബിസിനസ് ആവും, ഇത് സെല്ലാവുന്ന ഉറപ്പുള്ള സിനിമകൾ, തിയേറ്ററിക്കൽ ഫ്ലോപ്പ് ഉണ്ടെങ്കിലും ഇത് സെല്ലാവുന്ന സിനിമകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും എൻ്റെ ശമ്പളം ഏറ്റവും കുറവ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ചെക്ക് ചെയ്യുന്നത് പോലും പലപ്പോഴും ആ ഇരിക്കുന്ന ഡയറക്റ്റ് ചെയ്യുന്ന ആളുടെ അവരുടെ പാഷനും അവരുടെ പുറത്തുള്ള ഒരു കോൺഫിഡൻസും, ഞാൻ മോശമാണെങ്കിലും മോശമായെന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സിനിമ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് എനിക്കിത് ജോലിയാണ്, ഞാൻ സിനിമ ചെയ്യും. എനിക്ക് വർക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് വർക്ക് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ഇഷ്ടമല്ലാത്തത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാൻ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ സിനിമ ചെയ്യുക. നമ്മുടെ വേദന ഏറ്റവും കുറച്ചിട്ട്, പ്രത്യേകിച്ച് ഈ ക്രൈസിസ് ഉള്ള സമയത്ത്, കാരണം എല്ലാവരും കൂട്ടും, ആരും കുറയ്ക്കില്ല. ഒരു നടൻ്റെ കഴിഞ്ഞ 4 പടം സൂപ്പർ ഹിറ്റായി, അടുത്ത 3 പടം പൊട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടൻ്റെ സാലറി ആ 3.5 കോടിയിലും 4 കോടിയാണെങ്കിൽ ആ സാലറി തന്നെ അയാൾ നിൽക്കുള്ളൂ. അയാൾ എന്നാൽ പിന്നെ കുറച്ചിട്ട് അയാൾ സിനിമ ചെയ്യാൻ റെഡി ആവണ്ടേ? ഇല്ല, അത് ചെയ്യാൻ റെഡി ആവില്ല. അതിനുള്ള അയാളുടെ സാറ്റലൈറ്റ് വാല്യൂ, ഡിജിറ്റൽ വാല്യൂലൊക്കെ ഇടിവ് വന്നിട്ടുണ്ടാവും. അയാളെ പടം ബിസിനസ് ചെയ്യാൻ പ്രൊഡ്യൂസർമാർ ബുദ്ധിമുട്ടുന്നുണ്ടാവും. പക്ഷേ അപ്പോൾ പോലും അയാൾ ആ ഉറച്ച സാലറി തന്നെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ പിന്നെ 1 പടം 2 പടം സൂപ്പർ ഹിറ്റ് ആകുമ്പോഴേക്കും ഇവിടെ സാലറി ഹൈക്ക് ചെയ്യും. കാരണം അവൻ്റെ റൈറ്റ് ടൈം അവിടെ ആയിരിക്കും സാലറി ഹൈക്ക് ചെയ്യാനുള്ളത്. പക്ഷേ അതിനുശേഷം ഈ 3ാമത്തെ പടം പൊട്ടി. അപ്പോൾ എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഈ പറഞ്ഞ പ്രൊഡ്യൂസർ കിടന്ന് കഷ്ടപ്പെടും. അപ്പോൾ ഈ ഉള്ള സമയത്ത് നമ്മൾ ഫ്ലെക്സിബിളായി വരിക്കുക എന്നുള്ളത്. കാരണം ഞാൻ കുറഞ്ഞ വേതനത്തിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചില സിനിമകൾ വരുമ്പോൾ ഞാൻ വളരെ ഫ്ലെക്സിബിളായിട്ടാണ് സാലറി പറയാറ്. ചില സിനിമകൾ ഞാൻ അതിനേക്കാളും കുറഞ്ഞ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങിക്കുന്നതിനേക്കാളും. ഞാൻ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഒരു സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കൊന്ന് അത്രയും കാലയളവ് ഞാനും എൻ്റെ ചേട്ടനും മാത്രമായിരിക്കും ഇത്രയും ചുരുങ്ങിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന വേറെ നടന്മാരുണ്ടാവില്ല. അത്രയും കുറഞ്ഞ ശമ്പളത്തിൽ നമ്മൾ വർക്ക് ചെയ്യുക. ആ പറയുന്ന ശമ്പളം പോലും കിട്ടാതെ വന്ന അവസ്ഥകളുണ്ട്, കിട്ടാത്ത എത്രയോ സിനിമകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ക്രൈസിസിൻ്റെ സമയത്ത് നമ്മൾ ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോകാനും പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ഡെഫിനറ്റ്ലി വേതനം കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയ വലിയ കാര്യമായിരിക്കും. അങ്ങനെ ഒരു ആക്ടേഴ്സ് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലത്. കാരണം അല്ലെങ്കിൽ ഇത് കൃത്യമായി സെല്ല് ചെയ്യാനുള്ള വകുപ്പുണ്ടാവണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 5 കോടി ബിസിനസ് എല്ലാം 10 കോടി ബിസിനസ് ഉള്ള ആൾക്ക് 20 കോടിയുടെ പടം ചെയ്യാൻ പാടില്ല, 25 കോടിയുടെ പടം ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കണം. പക്ഷെ അങ്ങനെ തീരുമാനമില്ല. എല്ലാവർക്കും വലിയ വലിയ സിനിമകളല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവരത് നോക്കില്ല, അവർ ആക്ടേഴ്സ് അത് മാത്രമേ നോക്കുള്ളൂ. ഇതെങ്ങനെ കച്ചവടമാവും, ഇതെങ്ങനെ കച്ചവടമാക്കും, ഇത് സെല്ലാവോ, ഇതിൻ്റെ ബിസിനസ് സാധ്യത എന്താണെന്നൊന്നും ഒരു നടൻ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് അവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ അടുത്ത അതർ സൈഡ് എന്ന് വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ പ്രൊഡ്യൂസർ പോകുന്നുണ്ട്. അവിടെ ഉണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് പോലെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് അല്ല ഞാൻ പറഞ്ഞത്, കൗൺസിലിംഗ് എന്ന് പറയുന്നതല്ല, പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് പ്രൊഡ്യൂസർ അസോസിയേഷനും ഇങ്ങനെയാണ് അവസ്ഥ, നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അവർക്കും കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടില്ല. ഇപ്പം നമ്മൾ ഫോം കൊടുക്കുന്നു, പ്രൊഡ്യൂസർ ആവുന്നു, കഴിഞ്ഞു, നമ്മൾ പ്രൊഡ്യൂസറായി, പിന്നെ നമുക്ക് എന്ത് വേണം ചെയ്യാം. പക്ഷേ ഒരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയാണ് ആക്ച്വലി നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ സിനിമ ചെയ്യുന്ന പല ആൾക്കാർക്കും പല ഉദ്ദേശങ്ങളാണ്. അപ്പം പിന്നെ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു സിനിമ റിലീസായാൽ അന്ന് തന്നെ 10 പേരുണ്ടെങ്കിൽ അന്ന് കേക്ക് മുറിച്ച് ആഘോഷം നടത്തും. അത് കാണുമ്പോൾ ഗൾഫിലുള്ള പ്രൊഡ്യൂസർമാർ ഇത് ഭയങ്കര വിജയം. അത് പറഞ്ഞു ഇവിടെ സുരേഷ് അങ്കിൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇവിടെ ടൂറിസ്റ്റ് പ്രൊഡ്യൂസേഴ്സാണ്. ടൂറിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ചെയ്ത് അവർക്ക് പോവുക, അത്രേ ഉള്ളൂ. അത് ഓടിയോ പൊട്ടിയോ എന്നുള്ള ഒരു വിഷയമല്ല. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു മോഹം മാത്രമേ ഉള്ളൂ. ആ സിനിമ ചെയ്യുക, പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സിനിമ അതിനുള്ള കാശ് വന്നാൽ നല്ലത്, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ധ്യാനെ സംബന്ധിച്ചോളം ധ്യാന്റെ ഇപ്പോൾ പറഞ്ഞ പോലെ ധ്യാന്റെയും ചേട്ടൻ്റെയും ശമ്പളം ഏറ്റവും കുറവ് തന്നെയായിരിക്കും. എനിക്കും ഏറെക്കുറെ ഞാനും അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ എല്ലാവരും ഒന്നും മാറിയെങ്കിൽ എന്ത് പ്രതിസന്ധി മറികടക്കാം. നമ്മൾ ഇൻഡസ്ട്രിയിൽ ജനിച്ച് വളർന്ന് കണ്ട ആൾക്കാരാണ്. അപ്പം നമുക്ക് ഇതിനോടൊരു ഇപ്പം ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ ചെയ്യുന്നതായിക്കോട്ടെ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ചില സമയത്ത് ഒരു മോശം സിനിമ എന്നോട് പലരും ചോദിച്ചാൽ എന്തിനാണ് മോശം സിനിമ, ഞാൻ കമ്മിറ്റ് ചെയ്തതിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന സിനിമകളാണ് പലപ്പോഴും ചില സിനിമകൾ. കാരണം ഞാൻ കൊറോണ സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടും എൻ്റെ ഇതുകൊണ്ടും ഞാൻ സിനിമകളെ ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കുറേ സിനിമകൾ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് ചിലപ്പോൾ പിന്നീട് എനിക്കത് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അച്ഛൻ നിൽക്കുന്നു, ഏട്ടൻ നിൽക്കുന്നു, ഇങ്ങനെ. പക്ഷേ ഞാനത് വേറെ രീതി ചിന്തിച്ചു വെച്ചാൽ ലോ ബഡ്ജറ്റിൽ നമ്മൾ നിർത്തിക്കൊണ്ട് നമ്മളത് കൃത്യമായി അവരോട് സഹകരിച്ചത് ബിസിനസ് ചെയ്യാൻ ഉൾപ്പെടെ നമുക്ക് അവരോട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമകളൊക്കെ അവരൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുക എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ
കാരണം ഇത് ഒരാൾക്കൊരു ലോസ് വരുത്തുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ചിന്തിക്കാൻ കാര്യം. പറ്റില്ല. ആൻഡ് ഇപ്പോൾ ഒരു നടൻ ഇപ്പം നമ്മൾ 2 കോടി അല്ലെങ്കിൽ താഴെ ഒരു സിനിമ അല്ലെങ്കിൽ ചെയ്യുന്ന സിനിമ, മിക്ക സിനിമകളും ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സിനിമകളാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെയാകുമ്പോൾ ഈ ലോസും ചെറുതാവുമല്ലോ, അഥവാ ലോസ് വരുവാണെങ്കിൽ അതെ തന്നെ. അതെ അതെ അപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളൊക്കെ ആ രീതിയിൽ ബിസിനസ്സായി സെല് ചെയ്ത സിനിമകൾ മാത്രമേ ഉള്ളൂ. എല്ലാം ബിസിനസ് ആയിട്ടുണ്ട്. എല്ലാം. ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വിവാദമാണ്, ഇത് മറുപടി പറഞ്ഞാൽ ലാലേട്ടനെ കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. അച്ഛൻ അങ്ങനെ പറയാമായിരുന്നു, അച്ഛനും ലാലേട്ടനുമായിട്ടുള്ള ബന്ധങ്ങൾ ആത്മബന്ധങ്ങളായിരുന്നു. അന്ന് ആ ഇന്റർവ്യൂ പറഞ്ഞ അച്ഛൻ ഒരിക്കലും കള്ളം പറയില്ല എന്നും പറഞ്ഞിരുന്നു. അതെ. അതെങ്ങനെയാ കാണുന്നത് ആ സമയത്ത്? അച്ഛൻ കള്ളം പറയില്ല, അത് തന്നെ. പക്ഷെ അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, അത് തന്നെ. രണ്ടുമുണ്ട്. അല്ല, അച്ഛൻ കള്ളം പറയില്ല എന്നുള്ളത്, എൻ്റെ അച്ഛൻ കള്ളം പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അച്ഛൻ കള്ളം പറയാറില്ല. അച്ഛൻ കള്ളം പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ജനത വിശ്വസിക്കുന്നത്. കള്ളം പറയുന്ന ഒരാളല്ല. പക്ഷെ അതിപ്പോൾ പറയേണ്ട ഒരു കാര്യമില്ല. അതൊരു സുഹൃത്തിനോട് പറഞ്ഞ വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമായിരിക്കാം. അത് സുഹൃത്തിനോട് നമുക്ക് എന്തും പറയാമല്ലോ, അല്ലേ? അതല്ലേ സുഹൃത്തിന്, നമ്മൾ അതല്ലേ ഫ്രണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു കാര്യം വർഷങ്ങൾക്ക് അപ്പുറം വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുന്നത് അതും ഒരു ഹിപ്പോക്രസി അല്ലേ ഈ പറഞ്ഞ പോലെ? അങ്ങനെ പറയാൻ ആലോചിക്കുമ്പോൾ അപ്പോൾ മനുഷ്യന്മാരെല്ലാവരും ഹിപ്പോക്രറ്റ്സ് അല്ലേ? അല്ല, അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി. ഞാനും വിനീതിന് ഉൾപ്പെടെ വിഷമം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ലാലേട്ടനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇത്ര ആത്മസുഹൃത്ത്. ലാലേട്ടനെ കുറിച്ചൊന്നല്ല, അത് ആരെ കുറിച്ച് പറഞ്ഞാലും. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞതല്ലല്ലോ. അച്ഛൻ്റെ ഏത് പഴയ സുഹൃത്തിനെ പറ്റി ആരെ പറ്റി പറഞ്ഞാലും അത് വിഷമം ഉണ്ടാക്കിയാണ്. കാരണം എന്തിനാണ് അങ്ങനെ ഒരു സാധനം പറയേണ്ടതെന്ന് തോന്നുന്നു. അത്രേ. അത് അച്ഛനായിട്ടുള്ള സംസാരിച്ചോ? ഇല്ല. അമ്മയായിട്ട് സംസാരിച്ചോ? ഇല്ല, ഞങ്ങൾ അത് അവിടെ കഴിഞ്ഞു. നമ്മളത് കഴിഞ്ഞതിനെ പറ്റി പിന്നെ സംസാരിച്ചു. നിങ്ങൾ സംസാരിച്ചോ? വിനീതുമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചിട്ടേ ഇല്ല. ഒന്നും സംസാരിച്ചില്ല. എന്തിനാണ് അതിന്? അതൊരു സംസാരിക്കേണ്ട വിഷയമേലല്ലോ. ഈ നല്ലതും പറയും അച്ഛൻ. പിന്നെ ഇനി അല്ല, എനിക്ക് തോന്നുന്നത് നല്ലതും പറയും, മോശം പറയും, പുള്ളി എല്ലാം പറയും. നമുക്കിപ്പോ വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. എന്ത് കാര്യം വെട്ടി തുറന്ന് പറഞ്ഞാണ് ശ്രീചേട്ടൻ. അങ്ങനെയാണ് ശ്രീചേട്ടൻ. ഇപ്പം ആ ഒരു ഫോട്ടോ നമ്മുടെ മനസ്സിൽ ഇന്നത്തെ കാലത്ത് ഈ വെട്ടി തുറന്ന് ഭയങ്കര മോശം പറയാൻ നമുക്ക് ഇപ്പം കേൾക്കാൻ നമ്മൾക്ക് ആഗ്രഹമില്ല. നെഗറ്റീവ് പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നമ്മൾ ചില സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നമോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ കാര്യമുണ്ട്. ഇത് വളരെ പേഴ്സണലായി പോയി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ പ്രൊമോഷന്റെ കാര്യം. പ്രൊമോഷൻ വരാത്ത കുറേ താരങ്ങളുണ്ട്. അവർ പറഞ്ഞ അവിടെ ഷൂട്ടാണ്, ഇവിടെ ഷൂട്ടാണെന്നൊക്കെ പറഞ്ഞു. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡ്യൂസറിന്റെ ഒരു ആവശ്യമാണ്, ആ സിനിമയ്ക്ക് ഒരു ആവശ്യമാണ്. അത്തരം താരങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്? ഒന്നും പറയാനില്ല. കാരണം അവർ അഗ്രിമെന്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അഗ്രിമെന്റിനകത്ത് അതൊക്കെ അപ്പം തന്നെ കേസ് കൊടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എത്തിക്കേണ്ട ആവശ്യം മാത്രമേ ചെയ്യണം. കംപ്ലൈൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ എല്ലാ പടത്തിനും പ്രൊമോഷന് കൃത്യമായി പോകുന്ന ആളാണ്. അത് ചിലപ്പോൾ ഭയങ്കര നമുക്കൊക്കെ മടുപ്പ് തോന്നുന്ന പരിപാടിയാണ്. ചില ചോദ്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പരിപാടികളുണ്ടാവും. പ്രൊമോഷനൊക്കെ ബോറടിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇറ്റ്സ് ദ പാർട്ട്. ആ അഗ്രിമെൻറ്റിനകത്ത് നടക്കം നമ്മൾ ആ പടത്തിൻ്റെ ഭാഗമാകും. പ്രൊമോഷൻ നമ്മൾ പങ്കെടുക്കുന്ന അഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊമോഷന് പോയല്ലേ പറ്റും. അത് പോയേ പറ്റുള്ളൂ. പ്രൊമോഷൻ ഒരു സിനിമയുടെ ഘടകമാണ്, അല്ലേ? അതിന് മാറ്റമൊന്നുമില്ല. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഈ സംഘടനകളിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം നിർബന്ധമുണ്ടോ? ഞാൻ വെഫ്കയിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലും മെമ്പറാണ്. അമ്മയിൽ ഇതുവരെ മെമ്പർ ആയിട്ടില്ല. ഒന്നും കൊണ്ടല്ല, അതുകൊണ്ട് തന്നെ അടുത്ത് ഇടക്കിടക്ക് പറയും മെമ്പറാണ്. ഞാൻ ഒരു മെയിൻ സ്ട്രീം ഇതൊരു ആക്ടിങ് കരിയർ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണമെന്ന് അല്ലെങ്കിൽ കുറേ സിനിമകളൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഡയറക്ടറായിട്ട് തന്നെ മുന്നോട്ട് പോകാം, കുറച്ച് സിനിമകളൊക്കെ അഭിനയിക്കുന്നുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ഈ കരിയർ അങ്ങ് സ്വിച്ച് ചെയ്യാന്ന് വിചാരിച്ചിരുന്ന ആളാണ്. ഓക്കെ, പെട്ടെന്നാണ് ഇത്രയും സിനിമകൾ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ മെമ്പർഷിപ്പ് എടുക്കും. നല്ലതാണ് മെമ്പർഷിപ്പ്. കാരണം പല നല്ല കാര്യങ്ങൾ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമല്ല. പിന്നെ ഒരു വൺ സിംഗിൾ ഫ്രട്ടേണിറ്റി അല്ലേ നമ്മൾ എല്ലാം. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാം, ആരും നമ്മളെ ശത്രുക്കളൊന്നുമില്ല. എല്ലാം നമ്മുടെ വേണ്ടപ്പെട്ടതോ നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാരുള്ള. അപ്പോൾ പിന്നെ ഇതുപോലെ എന്തെങ്കിലും നാളെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സാധനം വരുമ്പോൾ നമ്മുടെ കൂടെ ഈ സംഘടന ഉണ്ടാകുന്നത് നമുക്ക് വലിയ സപ്പോർട്ടല്ലേ. ഞാൻ പറഞ്ഞ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നില്ല നമ്മൾ. പക്ഷേ എന്നാൽ പോലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ള വലിയ കാര്യം തന്നെ. മെമ്പർഷിപ്പ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്.